തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നു ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനാണ്. മിനിസ്റ്ററെ നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. സേതു, ഗുഡ് മോർണിംഗ്, നമസ്കാരം. മിനിസ്റ്ററെ, ഈ ആദ്യം തന്നെ മഴ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എല്ലായിടത്തും അലേർട്ടുകളും മഴയും മഴക്കെടുതിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് മിനിസ്റ്ററെ പൊതുവിലെ ഒരു മഴ സാഹചര്യം? രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് മഴ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തു വരികയും ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ സാധാരണ നിലയിൽ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിനോട് ചേർന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദമായിരുന്നു പ്രധാനമായിട്ടും മഴയുടെ ഒരു സാഹചര്യമായി നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ മൺസൂൺ കാറ്റ് വരുന്നു എന്നുള്ളത് നേരിട്ട് നമ്മൾ അനുഭവിച്ചറിയാൻ ഇടയായി. അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. 27-ാം തീയതി മുതൽ മൺസൂൺ ശക്തമാകും, കാലവർഷം ശക്തമാകും എന്നാണ് നമുക്ക് ലഭ്യമായിരുന്ന IMD പ്രവചനം. എന്നാൽ ഇന്നലത്തെ കാറ്റിൻ്റെ കണക്ക് കൂടി എടുക്കുമ്പോൾ മൺസൂൺ വേഗതയിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ റഡാറിൽ ലഭിച്ചിട്ടുള്ള കണക്ക് പ്രകാരം ഇന്നലെ 35 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വന്നിട്ടുള്ളത്. കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള അപകടങ്ങളില്ല. പക്ഷേ ഇന്നും നാളെയുമായി വടക്കൻ കേരളത്തിൽ നല്ല മഴയുണ്ടാകും. ഇടുക്കിയിലും പത്തനംതിട്ടയിലും പ്രത്യേകമായിട്ടുള്ള മഴയുണ്ടാകും. പരക്കെ കേരളത്തിൽ മഴയാണ് എങ്കിലും ഇടുക്കി, പത്തനംതിട്ട, കോഴിക്കോട് മുതൽ വടക്കോട്ട് നല്ല മഴയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ യാത്രകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പറയൂ സേതു. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ കാലവർഷം എത്തിയില്ല. ഇപ്പോൾ 27-ാം തീയതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് തന്നെ എല്ലായിടത്തും മഴയുണ്ട്, അതും മഴക്കെടുതികളുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും ഒക്കെ മഴക്കെടുതികൾ, തിരുവനന്തപുരത്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ ഒക്കെ മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴയെക്കാളും നമുക്ക് ഈ ഭീതി മഴക്കെടുതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തോട് നവീകരണം, കനാൽ നവീകരണം അതൊക്കെ പൂർണ്ണമായും ഈ നമുക്ക് ശുദ്ധീകരിക്കാൻ, ആ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ മിനിസ്റ്ററെ? അല്ല സേതുലക്ഷ്മി, ഞാൻ പറഞ്ഞത് മൺസൂൺ 27-നാണ് വരുമെന്നായിരുന്നു നമ്മുടെ പ്രവചനമെങ്കിലും ഇപ്പോൾ നമ്മൾ കരുതുന്നത് അതിനേക്കാൾ നേരത്തെ മഴ പെയ്യുമെന്നാണ്, അഥവാ മൺസൂൺ വരുമെന്നാണ്, കാലവർഷം തന്നെ വരുമെന്നാണ്. അപ്പം അതുകൊണ്ട് ജാഗ്രത കൂടുതലുണ്ടാകണം. നേരത്തെ തന്നെ നമ്മൾ തയ്യാറെടുത്ത് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് എല്ലാ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും, ജില്ലകളിൽ ജില്ലാതലത്തിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗവും, DDMA-യുടെ നേതൃത്വത്തിലുള്ള 3 യോഗങ്ങളും ഇതിനു മുമ്പ് തന്നെ മഴക്കെടുതികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വെള്ളക്കെട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് നമ്മുടെ PWD, KRFP, KSTP വർക്കുകളുടെ കാനകൾ, തോടുകൾ, പ്രധാനപ്പെട്ട ജലാശയങ്ങൾ, കനാലുകൾ ഇത് വൃത്തിയാക്കാനുള്ള സൗകര്യം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പണം ഉൾപ്പെടെ അനുവദിക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ പഞ്ചായത്ത് തലത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥലത്തിൽ ഡിസാസ്റ്റർ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി അടിവരയിട്ട് പരിശോധിച്ചും മഴക്കാല പൂർവ്വകാല തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ നല്ല ഗുണം ലഭിച്ചിട്ടുണ്ട്. കാറ്റ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മരങ്ങൾ വീഴുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ സർക്കാർ പറഞ്ഞു. 25-ന് മുമ്പാകെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ വന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലുള്ള തീരുമാനമെടുത്ത് അപകടകരങ്ങളായിട്ടുള്ള മരങ്ങൾ മുറിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം പഞ്ചായത്തി രാജിൻ്റെ സെക്ഷൻ 238 പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അത് മുറിച്ചു മാറ്റാനുള്ള അനുവാദമുണ്ട്. ആ നടപടിക്രമങ്ങൾ പൊതു ഇടങ്ങളിൽ നടത്തണം. സ്വകാര്യ ഭൂമിയിലുള്ള മരങ്ങളും മുറിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ബന്ധപ്പെട്ടവർ നടത്തണം. ഈ 2 കാര്യങ്ങളിലാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം നമ്മൾ കാണുന്നത്. മിനിസ്റ്റർ, ഇനിയിപ്പോൾ നേരെ വയനാട്ടിലേക്ക് പോയാൽ ഈ സത്യം പറഞ്ഞാൽ മഴക്കാലം വരുന്നു എന്ന് പറയുമ്പോഴേ ഒരു പേടിയാണ്. കാരണം വലിയൊരു മഹാദുരന്തം നമ്മൾ അതിജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ മറ്റ് കാര്യങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് അടുത്ത കാലവർഷം എത്തി. കാലവർഷ കെടുതികൾ പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണൂരും കാസർഗോഡും ഒക്കെ അതിതീവ്ര മഴയ്ക്ക് റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് മിനിസ്റ്റർ പൊതുവിലെ വയനാട്ടിലെ ഒരു സാഹചര്യം?
സാധാരണ നിലയ്ക്ക് വയനാട്ടിൽ വടക്കൻ കേരളത്തിൽ എല്ലായിടത്തുമുള്ള മഴ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബിക്കടലിൻ്റെ വടക്കൻ കർണാടക ഗോവ തീരത്തിനോട് ചേർന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം വരുന്നതോടെ വയനാട്ടിൽ മഴ നല്ലതുപോലെ പെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് വളരെ മൈന്യൂട്ടായി ഡിസാസ്റ്ററിൻ്റെ ദുരന്ത നിവാരണത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകണം എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയപ്പെടാതിരിക്കുക, എന്നാൽ സുരക്ഷിതമാകുന്ന വിധത്തിൽ. പ്രത്യേകിച്ച് വയനാട്ടിലെയൊക്കെ ഒരു പ്രശ്നം, ഗവൺമെൻറ്റോ ജില്ലാ ഭരണകൂടമോ അനുവദിക്കാത്ത റിസോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആളുകളെ അനാവശ്യമായി താമസിപ്പിക്കാനുള്ള ഇട കൊടുക്കരുത്. അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ DDMA ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അവരത് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ സുരക്ഷിതമായിട്ടിരിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള ഭീതി കരുതി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നല്ല ജാഗ്രത വേണം. ആളുകൾ കൂടി സഹകരിച്ചാലേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിയൂ. സുരക്ഷിതമാകുമെന്ന് കരുതുക. അപകടമില്ലാത്ത ഒരു മഴക്കാലം അവർക്ക് ആശംസിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാവുന്നത്. നേരത്തെ ചെയ്യേണ്ട മുന്നറിയിപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലതവണത്തെ യോഗങ്ങൾ നടന്നെങ്കിലും മൺസൂൺ നേരത്തെ വരും എന്നുള്ളത് കൂടി കരുതി ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർമാരുമായി മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചും വിലയിരുത്തിക്കൊണ്ടും ഒരു യോഗം ചേരുന്നുണ്ട്. അതോടുകൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറെ കൂടി വേഗതയിലാക്കും. ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പുകളുടെ നമ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ഇടത്തും റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏത് ഘട്ടത്തിലും കേരളത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ തന്നെ ഇതിനെ നേരിടാൻ ഇപ്പോൾ സജ്ജമാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രയാസമായിട്ടും ചെയ്തു നമ്മൾ കാണുന്ന ഒരു അപകടം കഴിഞ്ഞ അവസാന ഘട്ടത്തിലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ മഴ ഒരു 3 ദിവസം മുമ്പ് പരക്കെ പെയ്ത മഴയിൽ പിണറായിയിൽ കണ്ടത് 232 മില്ലിമീറ്റർ മഴയാണ്. അത് ഒരു വർഷക്കാലമായി നമ്മൾ കാണുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷമാണ്. പെയ്യുന്നിടങ്ങളിൽ കഠിനമായിട്ട് പെയ്തുകൊണ്ടേയിരിക്കുക. ഒരു മാസം പെയ്യേണ്ട മഴ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രദേശത്ത് പെയ്താൽ എന്തായിരിക്കും സ്ഥിതി? സ്വാഭാവികമായിട്ടും മണ്ണിടിച്ചിലുൾപ്പെടെ കുന്നിടിച്ചിലുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക്, മണ്ണ് ലൂസാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് ഇടവരുത്തും. അപ്പോൾ അതുകൊണ്ട് ഒരേ ഇടത്ത് കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതലത്തിലുള്ള നിരീക്ഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നമ്മൾ കവചങ്ങൾ വെച്ചിട്ട് 100 കവചങ്ങൾ സ്ഥാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മഴക്കാലമാണ്. കവചങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു ദുരന്തം ഉണ്ടായാൽ ശബ്ദത്തോടു കൂടി അലാറം അടിക്കാനും അതേസമയം അതിൻ്റെ താഴെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതേസമയം സന്ദേശം പോകാനും കഴിയുന്ന ഒരു പുതിയ സംവിധാനം കൂടി മഴക്കാലത്തിന് മുമ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് നൽകും, അതനുസരിച്ച് പ്രതികരിക്കണം. ജനങ്ങളോട് ന്യൂസ് മലയാളത്തിലൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ വരിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അനാവശ്യമായി ലഭ്യമാകുന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ഷെയർ ചെയ്യരുത്. ഇപ്പം ഞാൻ കാണുന്നുണ്ട് രാവിലെ തന്നെ പലരും 2019 പ്രളയത്തിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇതാ വീണ്ടും മഴ വന്നിരിക്കുന്നു എന്ന വിധത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അറിയാതാവും, ചിലപ്പോൾ ചില ആളുകൾ ഷെയറും ലൈക്കുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും. ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ചെറിയ മഴയത്ത് പിന്നെ ശബ്ദ സന്ദേശം, ഇപ്പോൾ കടക്കുന്ന മഴയുടെ സന്ദേശം നൽകി വെള്ളത്തിൻ്റെ അളവ് പഴയതായി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർമാരോട് ആ വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ അവരവരുടെ പേജുകളിൽ, ദുരന്ത നിവാരണ അതോറിറ്റി അവരവരുടെ പേജുകളിൽ മാധ്യമങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇതെല്ലാം നൽകുന്നുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് അനാവശ്യമായി കിട്ടുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അപകടത്തിലേക്കാകും പോവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മിനിസ്റ്റർ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ദേശീയപാതകൾ ഇടിഞ്ഞു വീഴുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ദേശീയപാതകൾ അതും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. മഴക്കാലം കൂടിയാണ്. അപ്പോൾ റോഡ് സുരക്ഷയെ പോലും ഈ ബാധിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ മലപ്പുറത്തുണ്ടായതൊക്കെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ അശാസ്ത്രീയമായ നിർമ്മാണം അതിൽ മാത്രം ചുരുക്കാൻ കഴിയുമോ മിനിസ്റ്റർ? ഇപ്പോൾ ഉപരിതല ഗതാഗത വകുപ്പ് അടിയന്തര യോഗമൊക്കെ വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉപരിതല ഗതാഗത വകുപ്പ് തന്നെ അവർ അടിയന്തര യോഗം വിളിക്കുകയും പ്രത്യേക പഠന സംഘത്തെ അയക്കുകയും
അവരുടെ നേതൃത്വത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്നുള്ളത് കൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ ശ്രമിക്കും വിധമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇങ്ങനെ മഴക്കാലം വരുന്നതിനോടനുബന്ധിച്ച് ദേശീയപാതയിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കണം എന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു. കഴിഞ്ഞ യോഗത്തിൽ തന്നെ ചീഫ് സെക്രട്ടറിയോട് ഇപ്പോൾ വടക്കൻ മേഖലകളിലൊക്കെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം, ഒരു നിലവിലുള്ള റോഡ് വിപുലീകരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നീർച്ചാലുകളും അതുപോലെ തന്നെ നാച്ചുറൽ കനാലുകളും ഒക്കെ മൂടപ്പെടുകയും പുതിയ കനാലുകൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യുന്നൊരു ഘട്ടമായതുകൊണ്ട് മഴവെള്ളം വന്നാൽ ഒരിടത്തു തന്നെ കേന്ദ്രീകരിക്കുമോ എന്ന ആശങ്ക നേരത്തെ നോക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാതയിലെ യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ദേശീയപാത അതോറിറ്റിയോട് വളരെ വേഗം അക്കാര്യം ഉറപ്പിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരോടും പേടി തോന്നുന്ന ഇടങ്ങളിൽ, ഭീതി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സർവീസ് റോഡുകളൊക്കെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് പരിശോധന നടത്തുകയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിട്ട് പരിശോധിപ്പിക്കുകയോ ചെയ്ത് അക്കാര്യം സുരക്ഷിതമാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി തന്നെ നേരിട്ട് അവരുടെ ചുമതലയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണെന്നുള്ളത് കൊണ്ട് അവർ വിലയിരുത്തി അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ആ വിധത്തിൽ അവർ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായ പ്രശ്നമുണ്ടായാൽ, ദേശീയപാതയിൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് തീരെ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, എന്നാൽ ജില്ലാ കളക്ടർമാർ അക്കാര്യത്തിൽ പ്രത്യേകമായ പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്ററെ, മറ്റൊരു കാര്യം, ഈ അട്ടപ്പാടി മേഖലയിൽ ഈ ഭൂപരിഷ്കരണ നിയമത്തെ പോലും കാറ്റിൽ പറത്തി 2000 ഏക്കറോളം ഭൂമി അത് പലപ്പോഴായി വിറ്റു, ഇപ്പോഴും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നു. ഈ റവന്യൂ വകുപ്പിന്റെ തലത്തിൽ ഇതിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ടോ മിനിസ്റ്ററെ? അട്ടപ്പാടിയിലെ പ്രശ്നം വളരെ ഗൗരവമാണ് സേതു. അതുകൊണ്ട് തന്നെ അവിടെയുള്ളത് 6 വില്ലേജുകളാണ് ആ താലൂക്കിനകത്ത്. പ്രത്യേകമായി താലൂക്ക് തന്നെ നമ്മൾ രൂപീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചത് അവിടെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ്. അവിടെ ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം താൽക്കാലിക തണ്ടപ്പേരാണ്. ഈ ഗവൺമെൻറ് വന്നതോടുകൂടി ടെമ്പററി തണ്ടപ്പേര്, ഇപ്പം അത്യാവശ്യമുണ്ട്, സ്കൂളിൽ ചേർക്കണം, കോളേജിൽ പോകണം, ബാങ്കിൽ ലോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് താൽക്കാലിക തണ്ടപ്പേർ സംവിധാനം നിലനിർത്തിപ്പോയതിൻ്റെ പല വിധത്തിലുള്ള അപകടങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ 3 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടക്കുകയാണ്. ഡിജിറ്റൽ റീസർവേ നടക്കുമ്പോൾ തന്നെ ഇനി ഭൂമി കൃത്യമായി അവിടെ നമ്മൾ ഫിക്സ് ചെയ്യാണ്. വരുന്ന 3 വില്ലേജുകൾ കൂടി, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആ അട്ടപ്പാടി മേഖലകളിലെ 6 വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ നടത്തി ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള ഭൂമി ഫിക്സ് ചെയ്യുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും അട്ടപ്പാടി കേന്ദ്രീകരിച്ച് ആദിവാസികളായിട്ടുള്ള മണ്ണിൻ്റെ ഉടമകളായിട്ടുള്ള യഥാർത്ഥ മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട പല പരാതികളും ഉണ്ട്. ഒരാളെയും വെറുതെ വിടില്ല. ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് തന്നെ നൽകാൻ കഴിയുന്നതാണ് ഡിജിറ്റൽ റീസർവേ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ്. ഒരു പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി ആധാരങ്ങളിൽ കാണുക. അതാണല്ലോ ഇപ്പോൾ സൂചിപ്പിച്ച പ്രശ്നം. അതായത് ഒരു 600 ഹെക്ടർ ഭൂമി ആകെയുള്ളൊരു വില്ലേജിൽ 700-800 ഹെക്ടർ ഭൂമി പല വിധത്തിൽ തെറ്റായ രേഖകൾ നടത്തി വിൽപ്പന നടത്തുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് വളരെ ഗൗരവത്തോടെ അട്ടപ്പാടിയിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഒന്ന്, 6 വില്ലേജുകളിലും സമ്പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നടത്തി പൂർത്തീകരിച്ച് റവന്യൂ രേഖകളിലേക്ക് അത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തർക്കത്തിന് വിടയുണ്ടാകില്ല. രണ്ടാമത്തെ കാര്യം, ഭൂപരിഷ്കരണ നിയമം പാസാക്കി ഇത്രയും വർഷമായിട്ടും ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്ത് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ മിനിസ്റ്ററെ? ഒരു കാരണവശാലും അല്ല. നമ്മളിപ്പോൾ യുണീക്ക് തണ്ടപ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയല്ലേ സേതു. സാധാരണ നിലയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ പോലും അറിയാതെ പലയിടങ്ങളിൽ പല തണ്ടപ്പേരിൽ ഭൂമി മേടിക്കാൻ നേരത്തെ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ആ തണ്ടപ്പേരുകളൊക്കെ പല വിധത്തിലായിരിക്കും ഭൂമി രേഖപ്പെടുത്തുന്നത്. അതിന് കൂട്ടിയോജിപ്പിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ യുണീക്ക് തണ്ടപ്പേർ കേരളത്തിൽ വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ ആധാറും നിങ്ങളുടെ തണ്ടപ്പേരും കൂട്ടിയോജിപ്പിക്കുക. സേതുലക്ഷ്മിയുടെ ആധാറും സേതുലക്ഷ്മിയുടെ തണ്ടപ്പേരും കൂട്ടിയോജിപ്പിക്കും. കെ രാജൻ്റെ ആധാറും കെ രാജൻ്റെ തണ്ടപ്പേരും കൂട്ടിയോജിപ്പിക്കും. അപ്പോൾ എൻ്റെ ആധാർ കാർഡിനകത്ത് ഞാൻ നേതൃത്വത്തിൽ എത്ര ഭൂമിയുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ 1632 കേസുകൾ അധിക ഭൂമി കൈവശം വെച്ചതുമായിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 300-ലേറെ കേസുകൾ കുറഞ്ഞ കാലം കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു. ആരുടെ കയ്യിലും അധിക ഭൂമി ഉണ്ടെങ്കിൽ 81 എക്സംഷൻ കിട്ടാതെ, ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 81 പ്രകാരം
എക്സെപ്ഷൻ കിട്ടാതെ അധിക ഭൂമി വെച്ചിട്ടുള്ളത് അട്ടപ്പാടിയിലല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും പിടി വീഴും. അതിൻ്റെ ഭാഗമായിട്ടാണ് യുണീക്ക് തണ്ടപ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒരു സിസ്റ്റം മാറി വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചില നടപടികളുണ്ടാകും. ഇപ്പോൾ ഓഫ്ലൈനിലാണ് നേരത്തെ ഭൂമിയുടെ വിൽപ്പന നടന്നിരുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും, ഇപ്പോൾ രാജന് തന്നെ പല പേരിൽ പലയിടത്ത് ഭൂമി വെച്ചാൽ അതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിവരം കിട്ടുമ്പോഴാണ് SM ബുക്ക് ചെയ്ത് നമ്മൾ ആ കേസിലേക്ക് പോകുക. ഇനി അങ്ങനെയല്ല. യുണീക്ക് തണ്ടപ്പർ സിസ്റ്റവും ഇൻ്റഗ്രേറ്റഡ് പോർട്ടലും വരുന്നതോടെ ഒരാളുടെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു കാലതാമസം വേണ്ടി വരുമെങ്കിലും ഭാവി കേരളത്തിനൊരിക്കലും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു നടപടി ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് ഏറെക്കുറെ പൂർത്തിയാകാവുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ് മിനിസ്റ്റർ. ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാൾ ദിനം കൂടിയാണ്. എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത് അങ്ങക്ക്? അല്ല, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം. കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനമാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിനോട് ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ വെച്ച് തന്നെ ഞങ്ങൾ മന്ത്രിമാർ അഡ്വാൻസായി അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നു. കേരളത്തിന് നാം കാണേണ്ട വിധത്തിൽ ഏറ്റവും ശക്തമായിട്ട് നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രി. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളെ, അത് നിപ്പയാണെങ്കിലും ഓക്കിയാണെങ്കിലും പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും അവസാനത്തെ ചൂരൽമല വരെ, പലപ്പോഴും മന്ത്രിമാർ പോലും സംശയമുണ്ടായി നിൽക്കുമ്പോഴും ഏറ്റവും ധീരതയോടെ ഒരു മലയാളിയെയും ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനം എന്നുള്ള നിലയിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ ടീമിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഞങ്ങളെ നയിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി പിറന്നാളിൻ്റെ ആശംസകൾ അദ്ദേഹത്തിന് നേരുന്നു. മിനിസ്റ്റർ, ഒത്തിരി സന്തോഷം രാവിലെ തന്നെ വന്നതിലും അങ്ങയുടെ ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ രാജനായിരുന്നു. ഈ മഴ മുന്നൊരുക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം വളരെ വിശദമായി തന്നെ അറിയിച്ചത്. ഈ സർക്കാർ തലത്തിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജാഗ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മതി.